ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് വലയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. അമ്മാസ് അലോവേര കേസർ ജെല്ലാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ എനിക്ക് ഇന്നാണ് പ്രോഡക്റ്റ് കൈ കിട്ടിയത്. എപ്പോഴും പോലെ തന്നെ ഇവരുടെ പാക്കറ്റ് നല്ല സൂപ്പർ ടൈറ്റ് പാക്കേജിംഗ് ആണ്. ഇതാണ് അമ്മാസിന്റെ കേസർ അലോവേര ജെൽ. ഫേസ് ജെല്ലാണത്. മുടിക്ക് ഉള്ളതല്ല കേട്ടോ, ഇത് ഫേസിനുള്ള ജെല്ലാണ്. ഇതില് താഴെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ അലോവേര, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ്, എൻസൈംസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി. പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഡ്രൈ സ്കിൻ, ഹെയർ, ഇതിന്റെ മോയ്സ്ചർ ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, പ്ലാന്റ് ബേസ്ഡ് ആണ്, ഫ്രീ ഫ്രം പെട്രോകെമിക്കൽസ്, പാരബൻസ്, സൾഫേറ്റ്, സിന്തറ്റിക് കളേഴ്സ്. പിന്നെ ഇതിന്റെ തൂക്കം 200 ഗ്രാം ആണ്. പിന്നെ ഇതിന്റെ വില 500 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിട്ട് ഞാൻ ഒരു 70 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് മേടിച്ചത്. ഇത് 3 മാസം മാനുഫാക്ചർ ഡേറ്റിൽ നിന്ന് നമ്മൾ 3 മാസത്തിനകം ഉപയോഗിച്ചു. ഇതിൽ എഴുതിക്കുന്ന ഡീറ്റെയിൽസ്, ഇത് എവിടെയാണ് മാനുഫാക്ചർ ആണ്, മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പക്ഷേ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ സംശയം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഴുതിക്കുന്നത് ഗ്രീൻ അലോവേര കണ്ടെയ്ൻസ് ആന്റി ഓക്സിഡൻസ്, എൻസൈംസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി ദാറ്റ് ഡെലിക്കേറ്റ്ലി ഹീൽസ് ഡ്രൈ സ്കിൻ, ഹെയർ ആൻഡ് റീസ്റ്റോർസ് ഇറ്റ് മോയ്സ്ചേഴ്സ് എന്നാണ് എഴുതിക്കുന്നത്. അപ്പോൾ ഡ്രൈ സ്കിൻ, ഹെയർ എന്ന് പറയുമ്പോൾ ആർക്കായാലും സംശയം വരും, ഇത് മുടിക്ക് തേക്കണാണോ അല്ല ഫേസിന് തേക്കണാണോ, ശരിയല്ലേ? അപ്പോ ഞാൻ ഇത് നെറ്റിൽ സെർച്ച് ചെയ്തു, അവരുടെ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് ഫേസിനുള്ള ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ബോക്സിലെ സെല്ലോ ടേപ്പ് ഒക്കെ അഴിച്ചെടുത്തിട്ട് നമുക്ക് തുറക്കുമ്പോൾ ഇതിൽ നടുക്ക് സീലൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ജെല്ലാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഇച്ചിരി അടപ്പിലൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു യെല്ലോ കളർ ജെല്ലാണ്. ലൈറ്റ് യെല്ലോ ആണ്, ഡാർക്ക് യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ ജെല്ലാണ്. ഇതിന്റെ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഓവർ പവറിങ് സ്മെല്ലാണ്. ഇത് നേച്ചുറൽ എന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം ഇവരിത് എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ആണ് ഫുൾ ആൻഡ് ഫുൾ. ഓക്കെ, ഇപ്പൊ നമ്മളിത് കയ്യിലെടുത്ത് നോക്കാം ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന്. അത് കണ്ടോ, ഇതിന്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫുൾ ഒരു ലൈറ്റ് യെല്ലോ ആണ്, ഫുൾ യെല്ലോ അല്ല, ഒരു ലൈറ്റ് യെല്ലോ ആണ്, ട്രാൻസ്പെറന്റ് യെല്ലോ ആണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കയ്യിൽ തേച്ച് നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. ഇച്ചിരി എടുത്തുള്ളൂ, പക്ഷെ നല്ലപോലെ കയ്യിൽ സ്പ്രെഡായി വരുന്നുണ്ട്. പക്ഷെ നല്ലൊരു തണുത്ത ഫീലിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ കയ്യിൽ വെക്കുമ്പോഴേ നല്ലൊരു തണുപ്പാണ് ഫീലിംഗ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ പറയണ പോലെ തന്നെ ഈ ജെല്ല് പ്ലാന്റ് ബേസ്ഡ് തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ലിന് നമ്മൾ ഈ കടയിൽ കിട്ടുന്ന ഒരു ക്രീമിന്റെ ജെല്ലിനും ഈ ഒരു ജെല്ലിനും നല്ലൊരു ഡിഫറൻസ് എനിക്ക് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എത്ര നേരം വെക്കണം എന്നൊന്നും. ഒരു 15-20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ തോന്നുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഗൈസ് ക്രീം. ഞാൻ ഇച്ചിരി കട്ടിക്കാണ് തേച്ച് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും കട്ടി കുറയ്ക്കാം, വേണമെങ്കിൽ കട്ടി കൂട്ടാം. എനിക്ക് തോന്നുന്നു നമ്മൾ കട്ടി കുറച്ചാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബോട്ടിൽ നമുക്കൊരു കുറേ പ്രാവശ്യം ഉപയോഗിക്കാം. പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ അലോവേരൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ സ്മെല്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് മേടിക്കുക. ഈ ഒരു ജെൽ ബോട്ടിലിന് 500 രൂപയാണ് ആയത്. ഇത് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ഓൺലൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഈ കുപ്പി മേടിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ലപോലെ കുറേ പ്രാവശ്യം ഉപയോഗിക്കാം. കാരണം അത്രയും നല്ല ഡെൻസിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ പോലും, കാരണം നല്ല ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതുകൊണ്ടേ ഇച്ചിരി എടുത്താൽ മതി ഓരോ പ്രാവശ്യം. ഇപ്പം ഞാൻ കാണിച്ചില്ല, ആ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് മൊത്തം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.